അപ്പോൾ ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയായ കീം പരീക്ഷയിൽ ഉന്നത റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് നമ്മുടെ സഞ്ജയ് പി മലർ. സഞ്ജയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്, കണ്ണൂർ പയ്യന്നൂർ. അപ്പോൾ സഞ്ജയ്, എങ്ങനെയായിരുന്നു നമ്മുടെ കീം എക്സാമിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പുകളും കാര്യങ്ങളും? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കീം ഇക്കൊല്ലം സാധാരണയിലും കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരുന്നു എന്നാണ് പൊതുവെ അഭിപ്രായം. സഞ്ജയ്ക്ക് എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് അതെ, കീമിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സമയമാണ്. ഭയങ്കര ഫാസ്റ്റായി ചെയ്യണം ക്വസ്റ്റ്യൻസ്. അപ്പോൾ മാത്സിൽ കുറച്ച് ഡിഫിക്കൽട്ടി കൂടിയപ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടായി. എങ്ങനെയായിരുന്നു ഈ ഒരു ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടാകും കീമുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് നേരത്തെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ല, ടോപ്പ് 6 എത്തും എന്നുള്ളൊരു പ്രതീക്ഷ കാര്യങ്ങളുണ്ടായിരുന്നു? വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇല്ല, കുറച്ച് ടഫായിരുന്നല്ലോ പറഞ്ഞ പോലെ. പക്ഷെ എങ്ങനെ സ്കോറൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ലാണ്ടായി. എങ്ങനെയായിരുന്നു അതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും കീമിന് വേണ്ടിയിരുന്നത്? കീമിന് ജെഇക്ക് പ്രിപ്പയർ ചെയ്യായിരുന്നല്ലോ, അപ്പോൾ കീമിന് പ്രത്യേക തയ്യാറെടുപ്പൊന്നും ഉണ്ടായില്ല. ബ്രില്ലിൻ്റെ അടുത്ത് കുറെ മോക്ക് ടെസ്റ്റ് എഴുതി. ചേഞ്ച് ജെഇ അത്രയും ടൈം വെച്ച് പിടിക്കുന്നില്ല. കീമിന് കുറച്ചും കൂടി ടൈം കൺട്രോളിംഗ് അല്ലേ? ടൈം മാത്സ് ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ്, കീം 2 മണിക്കൂർ 2 മണിക്കൂർ 120 ക്വസ്റ്റ്യൻ വെച്ചാണല്ലോ. ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരുന്നു? ബ്രില്യന്റ് ലൈനുള്ള ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അതെ, എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നെല്ലാം പ്രൊഫസേഴ്സ് പറഞ്ഞു തന്നു. പിന്നെ കുറെ മോക്ക് ടെസ്റ്റ് ഒക്കെ ഇട്ട് തന്നു. അതിലൂടെ ഒന്ന് ടൈം മാനേജ്മെന്റ് ശരിയാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റഡി പാറ്റേണും കാര്യങ്ങളൊക്കെ കീമിന് വേണ്ടിയിട്ടുള്ള? കീമിനായിട്ട് ഒരു പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ പ്രിപ്പയർ ചെയ്തു. മോക്ക് ടെസ്റ്റ് എഴുതി, അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. മോക്ക് ടെസ്റ്റുകളൊക്കെ എങ്ങനെയായിരുന്നു? അവസാന ഒരു റൗണ്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ആ ഒരു ഈസി മീഡിയം ഹാർഡ് രീതിയിലൊക്കെ വരുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? മോക്ക് ടെസ്റ്റ് നല്ല മോക്ക് ടെസ്റ്റ് ആയിരുന്നു. ഒരു എക്സാമിൻ്റെ ലെവലിൽ തന്നെ ആയിരുന്നു ഉണ്ടായത്. മോൻ ബ്രില്യന്റിലെ റെസിഡൻഷ്യൽ ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ എവിടെയായിരുന്നു? ഈ സ്കൂളായിരുന്നു? ദേവമാത, തൃശ്ശൂർ. എങ്ങനെയായിരുന്നു ഹോസ്റ്റൽ ലൈഫും കാര്യങ്ങളും? ഹോസ്റ്റൽ ലൈഫൊക്കെ വളരെ നല്ലതായിരുന്നു. ഹോസ്റ്റലിൽ എല്ലാവിധ സൗകര്യങ്ങളും അവർ ഒരുക്കി തന്നു. അതെ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അവിടുത്തെ വന്ന ഹോസ്റ്റൽ മേറ്റ്സ് ആയാലും വളരെ നല്ലവരായിരുന്നു. പഠിക്കാനൊക്കെ സഹായിച്ചു. നല്ല പിയർ ഗ്രൂപ്പ് ഉണ്ടായി എന്ന് തന്നെ പറയാം. ഹോസ്റ്റലിലെ ഓണർമാരായാലും എല്ലാവിധ സൗകര്യങ്ങളും ചോദിച്ചപ്പോൾ തന്നെ അവർ ഒരുക്കി തന്നു വളരെ പെട്ടെന്ന്. വാർഡൻ നമ്മളെ നോക്കി കൺട്രോൾ ചെയ്തു അല്ലേ? അതെ. അപ്പോൾ ഫാക്കൽറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രില്യന്റിലെ ഫാക്കൽറ്റീസും അതുപോലെ തന്നെ മോൻ പഠിച്ച സ്കൂളിലെ ഫാക്കൽറ്റീസിൻ്റെ കാര്യങ്ങളും അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? ബ്രില്യന്റിലെ ഫാക്കൽറ്റി നല്ല ഫാക്കൽറ്റി ആയിരുന്നു. പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്കിലും ടോപ്പ് പ്രൊഫസർമാരായിരുന്നു പഠിപ്പിച്ചത്. എല്ലാവിധ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. സ്കൂളിലായാലും ടീച്ചേഴ്സൊക്കെ വളരെ ക്വാളിഫൈഡ് ആയിരുന്നു. സബ്ജക്റ്റിൽ നല്ല നോളജ് ഉള്ളവരായിരുന്നു. അവരെ ഫ്രീ ആയിട്ട് അപ്രോച്ച് ചെയ്യായിരുന്നു എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. അപ്പം 2 സൈഡിൽ നിന്നും നല്ല സപ്പോർട്ട് ഉണ്ടായി എന്ന് തന്നെ പറയാം. അപ്പോൾ മോനെ, അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി. അപ്പോൾ കേരള എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ ടോപ്പറായതിൽ ഒരുപാട് സന്തോഷമുണ്ട് ടീം ബ്രില്യന്റ് എന്ന നിലയിൽ ഞങ്ങൾക്ക്. അപ്പോൾ ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.